Hi all, Anu again. Class 10 Biology chapter Heredity and Evolution first lecture ആണത്. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ഇതിനൊരു ഇൻട്രൊഡക്ടറി ലെക്ചർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ലെക്ചർ കൊണ്ട് നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തുടങ്ങിയാലോ? ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹെറിഡിറ്റി അല്ലേ? ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷൻ പ്രോജനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കുറച്ച് ട്രേറ്റ്സ്, ഇതിനെയൊക്കെ ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഫാദറുണ്ട്, മദറുണ്ട്. അപ്പം ഫാദറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് ട്രേറ്റ്സിനെ നമ്മൾ പെറ്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്ന, മദറിൽ നിന്ന് കിട്ടുന്ന ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ മെറ്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയും. അപ്പം ബോത്ത് പെറ്റേണൽ ആൻഡ് മെറ്റേണൽ, നമ്മൾ പറഞ്ഞില്ലേ റീപ്രൊഡക്ഷൻ പഠിച്ചപ്പോൾ നമുക്ക് സ്പേമിലും ഓവയിലും ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ശരിക്കും ഈ ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസിൽ ഫാദറിൻ്റെയും നെക്സ്റ്റ് ഹാഫിൽ മദറിൻ്റെയും കുറേ ട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ് നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രോജനിയിൽ കിട്ടുക. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കുറേ കേൾക്കും പ്രോജനി എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ജനറേഷനിൽ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സിനെയാണ് നമ്മൾ പ്രോജനി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാൻസ്മിഷൻ ഓഫ് സം ക്യാരക്ടേഴ്സ് ഓർ ട്രേറ്റ്സ് ഫ്രം പേരൻസ് ടു ഓസ്പ്രിങ്സ്. അതായത് മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ പേരൻറ്റ് ജനറേഷനിൽ നിന്ന് അവരുടെ ഓസ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രോജനിയിലേക്ക് അവരുടേതായ കുറച്ച് ട്രേറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വേറൊരു ടേമാണ് ട്രേറ്റ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞു പേരൻസിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് കുറേ ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന്. ആ ഓരോ ക്യാരക്ടറിനെയുമാണ് നമ്മൾ ഓരോ ട്രേറ്റ് എന്ന് പറയാം. അതായത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഫീച്ചർ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ആളുടെ ഹൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ നിറം, അല്ലെങ്കിൽ മുടിയുടെ കളറ്, മുടിയുടെ ടെക്സ്ചർ, ലൈക്ക് അതായത് നമുക്ക് എന്താ ബ്ലോണ്ട് കളർ ഹെയർ ആവാം, ബ്ലാക്ക് കളർ ഹെയർ ആവാം, അല്ലെങ്കിൽ നല്ല ടോൾ ആയിട്ടുള്ള ആളാവാം, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ആളാവാം. ഇതൊക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ? നമ്മൾ പറയില്ലേ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഓരോ പെർട്ടിക്കുലർ ഗുണങ്ങളെയാണ് നമ്മൾ ട്രേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നമ്മളുടെ ചാപ്റ്ററിലെ ഹെഡിങ്ങിനകത്തുള്ള ഒരു ടേം എന്താണ്? ഇവല്യൂഷൻ. നമ്മൾ പരിണാമം എന്നൊക്കെ പറയും. അപ്പം ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതും ഇത്രയേ ഉള്ളൂ. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് അവർ പല പല ചേഞ്ചസ് വഴി ഒരു പുതിയ വേരിയേഷൻ അല്ലെങ്കിൽ പുതിയ ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ടായി വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവല്യൂഷൻ എന്ന് പറയാം. അപ്പം ഇത് ജസ്റ്റ് ഒരു ജനറേഷനിലോ അല്ലെങ്കിൽ ഒരു 2-3 ജനറേഷൻസിലൊന്നും ഉണ്ടാകുന്ന കാര്യമല്ല. കുറേയേറെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചില്ലേ വേരിയേഷൻസ്. ഇങ്ങനെ പുതിയതായിട്ടുണ്ടായ വേരിയേഷൻസും അങ്ങനെയുള്ള വേരിയേഷൻസിൻ്റെ അക്യുമുലേഷൻസും വഴിയായിട്ട് ആ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ഓർഗാനിസത്തിനെക്കാട്ടിലും കുറേയേറെ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇങ്ങനെ ഓവർ ദ ഇയേഴ്സ് ഒരു പുതിയ ഓർഗാനിസത്തിൽ ഉണ്ടായി. അങ്ങനെ ഒരു റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉള്ള, അത് ആദ്യത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്നും വളരെ വ്യത്യസ്തതയുള്ള ഒരു ഓർഗാനിസമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവല്യൂഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് മനുഷ്യർ കുരങ്ങിൽ നിന്നുമാണ് ഉണ്ടായതെന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ കുരങ്ങിൽ നിന്നുണ്ടായി എന്നുള്ളത് ഞാൻ ആസച്ച് അങ്ങനെ അല്ല മീൻ ചെയ്യുന്നത്. ഈ പറയുന്ന ആൾക്കുരങ്ങുകൾക്കും മനുഷ്യർക്കും ഒക്കെ ഉണ്ടായിരുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ആണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ആൻസിസ്റ്ററിൽ നിന്ന് പലതരത്തിലുള്ള വേരിയേഷൻസ് പല സ്ട്രീമിൽ വന്നപ്പോഴാണ് ഒരു സ്പീഷീസ് ഹോമോസാപ്പിയൻസ് നമ്മൾ മനുഷ്യരും മറ്റുള്ളത് ആൾക്കുരങ്ങുകളൊക്കെ ആയിട്ട് രൂപാന്തരം പ്രാപിച്ചത് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തത്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവല്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് വേരിയേഷനാണ്. വേരിയേഷൻ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻസ് എന്താണ്?
ഒരു സെയിം സ്പീഷീസിൽ തന്നെയുള്ള പല പല ജീവികളിൽ കാണുന്ന വൈവിധ്യങ്ങൾ, അതായത് ദ ഡിഫറൻസസ് ഇൻ ദെയർ ക്യാരക്ടേഴ്സ് ഇൻ എ പെർട്ടിക്കുലർ സ്പീഷീസ്, അതിനെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈവൻ നമ്മൾ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ സ്പീഷീസ്, നമ്മൾ ഹ്യൂമൻസിൻ്റെ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെയിം സ്പീഷീസിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് കാണപ്പെടുന്ന ഒരു സ്പീഷീസാണ് മനുഷ്യർ. ഇപ്പം നമ്മൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള മനുഷ്യരെയൊക്കെ നോക്കുകയാണെങ്കിൽ കളറായിക്കോട്ടെ, ഹൈറ്റ് ആയിക്കോട്ടെ, ഈവൻ കംപ്ലീറ്റ് നമ്മളുടെ മുഖത്തിൻ്റെ കണ്ണിൻ്റെ ഷേപ്പ്, മൂക്കിൻ്റെ ഷേപ്പ്, ഇതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൺട്രികളിൽ, ഈവൻ നമ്മുടെയൊക്കെ കൺട്രിയിലാണെങ്കിൽ സ്റ്റേറ്റ് വൈസ് പോലും ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻസ് കാണപ്പെടുന്ന സ്പീഷീസാണ് നമ്മൾ. അപ്പോൾ വേരിയേഷൻ എന്താണെന്ന് നമ്മൾ പറയുന്നത് ഒരു സ്പീഷീസിലെ ഡിഫറെൻറ്റ് ഓർഗാനിസങ്ങളിൽ കാണപ്പെടുന്ന അവരുടെ സ്വഭാവങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യാസങ്ങളെയാണ്, ഡിഫറൻസുകളെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ വേരിയേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷൻ, അടുത്ത ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുമ്പം പേരൻസിൽ നിന്ന് നമ്മൾ പറഞ്ഞില്ലേ DNA കോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ബയോകെമിക്കൽ പ്രോസസ്സാണ്, അത് ഒരിക്കലും 100% ആക്യുറേറ്റ് അല്ല എന്ന്. അപ്പോൾ അതിലുണ്ടാകുന്ന ഇറേഴ്സ് കാരണമാണ് ശരിക്കും വേരിയേഷൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ ഓരോ ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്കുള്ള റീപ്രൊഡക്ഷനിലാണ് ശരിക്കും വേരിയേഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് വേരിയേഷൻസ് ഓക്കർ ചെയ്യുന്നത് സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിലാണ്. എന്തുകൊണ്ടാണ്? കാരണം ഫാദറിൽ നിന്ന് ഒരു ഹാഫ് ദ നമ്പർ, മദറിൽ നിന്ന് വേറൊരു ഹാഫ് ദ നമ്പർ, ദെൻ അതിൻ്റെ മിക്സ്ഡ്, ദെൻ അതിൽ തന്നെ ഒരു ബയോകെമിക്കൽ വേരിയേഷൻസ് ഉണ്ടാവുന്നത് കൊണ്ട് ഈ പുതിയ കുഞ്ഞുങ്ങളിൽ നമുക്ക് ഫാദറിൽ നിന്നും മദറിൽ നിന്നും കിട്ടുന്ന കുറച്ച് വേരിയേഷൻസും ഉണ്ടാവും. ദെൻ പുതുതായിട്ട് ആ ഒരു DNA കോപ്പിങ്ങിൽ ഉണ്ടായ കുറച്ച് വേരിയേഷൻസും ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഈ സക്സസീവ് ജനറേഷൻസ് ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന നമ്പർ ഓഫ് വേരിയേഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാണ്, കൂടുകയാണ്. ഇങ്ങനെ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക്, അതായത് ഓരോ പ്രോജനിയിലും ഇതുപോലെ പുതിയ പുതിയ വേരിയേഷൻസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് തന്നെ. അപ്പോൾ ശരിക്കും ഓർഗാനിക് ഇവല്യൂഷന് വേരിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഭയങ്കര വൈറ്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ സക്സസീവ് ജനറേഷൻസിലേക്ക് പല പല ഡൈവേഴ്സിറ്റി ഉണ്ടാക്കുന്നതെന്നാണ്. അതിന് നമുക്കൊരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ഡയഗ്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ അതുള്ള ഒരു പേരൻറ്റ് ഇൻഡിവിജ്വൽ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒറിജിനൽ ഓർഗാനിസം, നമ്മുടെ ആ ടോപ്പ് ലെവലിലുള്ള ഒറിജിനൽ ഓർഗാനിസം രണ്ട് ഇൻഡിവിജ്വൽസിന് നെക്സ്റ്റ് ജനറേഷനിൽ ജന്മം കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിലോ ഇവരുടെ ബോഡി ഡിസൈൻ എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ? ഒരു ഓർഗാനിസിൽ നിന്നുണ്ടായ നെക്സ്റ്റ് ജനറേഷൻസ് എന്ന് പറയുന്നതിൻ്റെ ബോഡി ഡിസൈൻസ് സെയിം ആണ്, പക്ഷേ സബ്റ്റിലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് വേരിയേഷൻസ് അവരിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ ഓർത്തോണം, ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാവണം. നോക്കുകയാണെങ്കിൽ ഇതാ ആ രണ്ട് ഓർഗാനിസവും അടുത്ത പ്രോജനിക്ക് ജന്മം കൊടുക്കുക, രണ്ട് പേർക്ക് വെച്ചിട്ട് അവർ അടുത്ത ജനറേഷൻ ഉണ്ടായി. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഹെഡ് പോർഷനിൽ ഒരു റെഡ് കളർ ഉണ്ടായ വേരിയേഷൻ ഉണ്ടായിരുന്നു അല്ലേ? ആ വേരിയേഷൻ ഉണ്ടായ ആ ഒരു ഓർഗാനിസം ജന്മം കൊടുത്ത മറ്റേ രണ്ട് പേർക്കും ആ ഒരു വേരിയേഷൻ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ദെൻ ആ ബോട്ടം പാർട്ട് ഗ്രീൻ ആയിട്ടുള്ളത് നോക്കിക്കേ, അതിനും നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ പുതിയ ആ ഒരു ഓർഗാനിസം ഉണ്ടായപ്പോൾ അവർക്ക് കുറച്ചും കൂടെ യുണീക്കായിട്ടുള്ള വേറെ കുറച്ച് വേരിയേഷൻസും കൂടെ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ ഒരു 3 ജനറേഷനിൽ അത് കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതേപോലെ ഈ പറഞ്ഞ ഇവർക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയ വേരിയേഷൻസും പുതിയതായിട്ട് സക്സസീവ് ജനറേഷൻസിലേക്ക് അവർ കൊടുക്കും. അതുപോലെ തന്നെ ഈ ചില വേരിയേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ ഡയഗ്രം നോക്കുമ്പോൾ മനസ്സിലായോ, ഈ ബോട്ടം പാർട്ടിലുള്ള 4 പേരും ഈവൻ ഒരൊറ്റ ഓർഗാനിസത്തിൽ നിന്ന് വന്ന ഒരു പ്രോജനികളാണെങ്കിൽ പോലും അവർ ഇൻറ്റേർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള വേരിയേഷൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറി മറിഞ്ഞു വരുന്ന എൻവയോൺമെൻറ്റൽ വേരിയേഷൻസിൽ സർവൈവ് ചെയ്യാനായിട്ട്, അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ സർവൈവലിന് അത്യാവശ്യമാണ്. അതിന് നമ്മൾ എക്സാമ്പിൾ അതും നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരു പെർട്ടിക്കുലർ വാട്ടറിൽ ജീവിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ്, ഇവർക്ക് ഇങ്ങനെ ഉണ്ടായ ഒരു വേരിയേഷനാണ് ഈ പറഞ്ഞ കുറച്ചും കൂടെ കൂടിയ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഈ വന്ന വേരിയേഷൻ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആണ്. അപ്പോൾ
നമ്മൾ പറഞ്ഞു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് ടെമ്പറേച്ചറൊക്കെ കൂടുകയാണ്. അപ്പോൾ അങ്ങനെ കൂടുന്ന ആ ഒരു അവസരത്തിൽ ആ ഒരു ബാക്ടീരിയാസിൻ്റെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടായ ബാക്ടീരിയാസിനാണ്. സാധാരണ ടെമ്പറേച്ചറിൽ മാത്രം ജീവിക്കാൻ പറ്റുമായിരുന്ന ആ കോമൺ ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗാനിസം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു ചേഞ്ചിൻ്റെ സമയത്ത് വംശനാശം സംഭവിച്ചു അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള എൻവയോൺമെൻ്റൽ ചേഞ്ചസിൽ സ്പീഷീസിനെ സർവൈവ് ചെയ്യാനായിട്ട് ആ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന, ഇങ്ങനെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്ന, ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന വേരിയേഷൻസ് ആണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടേംസ് ഒന്ന് പഠിക്കാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ടേമാണ് ഫസ്റ്റ് വൺ ക്രോമസോംസ്. ക്രോമസോംസ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള കുറച്ച് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ക്രോമസോം. ഈ ക്രോമസോംസിനകത്താണ് നമ്മളുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ ക്രോമസോംസ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ ഭയങ്കര കോയിൽഡ് സ്ട്രക്ചർ ആയിട്ടുള്ള DNA വഴിയാണ്. DNA എന്തായിരുന്നു? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പം ഈ DNAകളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജീൻസും കാണപ്പെടുക. അപ്പം ശരിക്കും പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ, ജീൻ എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ട്രേറ്റ്സിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ശരിക്കും ഓരോ ജീൻസിലും ഓരോ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഓരോ ജീൻസും അല്ലെങ്കിൽ നമ്മളുടെ ഓരോരോ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് അതേത് ജീൻസ് നമ്മളുടെ ഈ DNA-കളിൽ ഉണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ, ഒരു പെർട്ടിക്കുലർ ട്രേറ്റിനെ ക്യാരി ചെയ്യുന്ന ജനറ്റിക് കോഡാണ് ജീനുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോമസോമിലൊക്കെ നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ജീനുകളുണ്ട്. അതായത് ഈ ഓരോ ജീനുകളും നമ്മളുടെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ക്യാരക്ടേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ജനറ്റിക് കോഡാണ് ഈ ജീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കുറിക്കുന്ന 2 ജീൻസ് ഉണ്ട്. അതായത് ഒന്ന് നമ്മുടെ ഫാദറിൽ നിന്ന് കിട്ടിയതും ഒന്ന് നമ്മളുടെ മദറിൽ നിന്ന് കിട്ടിയതും. കാരണം ഹാഫ് നമുക്ക് നമ്മുടെ ഫാദറിൽ നിന്ന് മദറിൽ നിന്ന് കിട്ടുമല്ലേ. അപ്പം സെയിം ക്യാരക്ടറിനെ കുറിക്കുന്ന 2 ജീൻസ് ഉണ്ട്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ക്രോമസോംസിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടിയിട്ട് 2 ജീൻ ഫോംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ക്യാരക്ടേഴ്സൊക്കെ ജീൻസ് വഴിയായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിലൊക്കെ ഫാദറിൽ നിന്ന് കിട്ടിയതും മദറിൽ നിന്ന് കിട്ടിയതും ഈക്വൽ എമൗണ്ട് ഈ ജീൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കുറിക്കാനായിട്ട് നമുക്ക് ഫാദറിൽ നിന്ന് കിട്ടിയ ജീനുണ്ട്, മദറിൽ നിന്ന് കിട്ടിയ ജീനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീൻസിന് ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈറ്റ് എടുക്കാമെന്ന് വെച്ചോ. അപ്പോൾ ശരിക്കും അത് ഏത് ടോൾ ആവാം അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ആവാം. അപ്പം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ട്രീറ്റിന് നമ്മളുടെ ക്രോമസോമിലുള്ള 2 ജീൻസും സെയിം ആവാം. ഫാദറിൽ നിന്ന് കിട്ടിയതും മദറിൽ നിന്ന് കിട്ടിയതും ടോൾ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ 2ഉം ഷോർട്ട് ആകാനായിട്ടുള്ള ട്രേറ്റ് ആവാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഫാദറിൽ നിന്ന് കിട്ടിയത് ടോളും മദറിൽ നിന്ന് കിട്ടിയത് ഷോർട്ടും ആവാം. അപ്പം ഇങ്ങനെ പല കോമ്പിനേഷൻസ് വരാം. അപ്പം ഒരു പെർട്ടിക്കുലർ ട്രേറ്റിൻ്റെ ഈ ഡിഫറെൻറ്റ് ഫോംസിനെയാണ് നമ്മൾ അല്ലീൽസ് എന്ന് വിളിക്കുക. അല്ലീൽസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹൈറ്റ് എന്ന് പറയുന്ന ട്രേറ്റിൻ്റെ 2 ഫോംസ് അല്ലെങ്കിൽ 2 അല്ലീൽസ് ആണ്. ഒന്നെങ്കിൽ ടോള് അല്ലെങ്കിൽ ഷോർട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിതിന് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്നാണ് പറയാം. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഒന്നുകിൽ നമ്മുടെ ക്രോമസോംസിലുള്ളത് 2 സെയിം അല്ലീൽസ് ആവാം, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് അല്ലീൽസ് ആവാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് അല്ലീൽസ് ഉള്ള സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രേറ്റ് പുറത്തേക്ക് എക്സ്പ്രസ്ഡ് ആകുന്നതിന് സ്പെസിഫിക് ആയിട്ടുള്ള വേസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന് 2 ഫോംസ് ഉണ്ടെന്ന്. അപ്പം ഈ 2 അല്ലീൽസിനെയും നമ്മൾ ഇപ്പോൾ ടോൾനെസ് അല്ലേ, അപ്പം ലെറ്റർ T, ഇംഗ്ലീഷ് ലെറ്റർ T കൊണ്ടാണ് നമ്മളത് ഡിനോട്ട് ചെയ്യാം. അപ്പം ക്യാപിറ്റൽ Tയും ഉണ്ട്, സ്മോൾ Tയും ഉണ്ട്. അപ്പം ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ Tയും സ്മോൾ Tയും കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ക്രോമസോമിൽ 2 അല്ലീൽസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് 3 ഓപ്ഷനാണ് ഉള്ളത് അല്ലേ. ഒന്നെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ T ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ T സ്മോൾ ലെറ്റർ T ആവാം. ഇതും അല്ലെങ്കിൽ അത് സ്മോൾ ലെറ്റർ T ആവാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ലെറ്റർ T 2 TT കോമ്പിനേഷനാണ് നമുക്കുള്ളതെങ്കിൽ ആ ഒരു ഓർഗാനിസം ഓബിയസ്ലി ഒരു ടോൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരികയാണ് ക്യാപിറ്റൽ T സ്മോൾ t. അപ്പോൾ ഇവിടെ ഒരിക്കലും ഹൈറ്റ് ഉള്ള ഒരു ഇതും ഹൈറ്റ് ഇല്ലാത്തതും കൂടെ കൂടി ഒരു ഇൻ്റർമീഡിയറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒരിക്കലും വരില്ല. ഏതർ ഹൈറ്റ് ഉള്ളത് അല്ലെങ്കിൽ ഷോർട്ട്. അപ്പം ഈ ക്യാപിറ്റൽ
ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി വരികയാണെങ്കിൽ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ടി അതാണ് പുറത്തേക്ക് കാണപ്പെടുന്ന സ്വഭാവം. അപ്പം ഈ രണ്ട് അല്ലീൽസിൻ്റെ പ്രസൻസിൽ ഏത് ട്രേറ്റ് ആണോ പുറത്തേക്ക് എക്സ്പ്രസ്ഡ് ആവുന്നത് ആ ട്രേറ്റിനെയാണ് നമ്മൾ ഡോമിനൻറ്റ് ട്രേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടോൾനെസ് ആണ് ഡോമിനൻറ്റ് ട്രേറ്റ്. അപ്പം എന്തായിരിക്കും ഈ സ്മോൾ ലെറ്റർ ടിയുടെ പ്രത്യേകത? ഈ സ്മോൾ ലെറ്റർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി ഷോർട്ട് അല്ലെങ്കിൽ ഡ്വാർഫ് ആയിരിക്കും. അപ്പം ആ ഒരു ഡ്വാർഫ്നെസ് അല്ലെങ്കിൽ ഒരു പൊക്കമില്ലായ്മ പുറത്തേക്ക് വരണമെങ്കിൽ ഓബിയസ്ലി രണ്ടും ഐഡൻറ്റിക്കൽ ജീൻസ് ഉണ്ടാവണം. അതായത് സ്മോൾ ലെറ്റർ ടി വന്നാൽ മാത്രമേ ഉള്ളൂ അതിൽ പുറത്തേക്ക് കാണപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് ജീൻസിൻ്റെ പ്രസൻസിൽ എപ്പോഴും സപ്രസ്ഡ് ആയി പോകുന്ന അല്ലെങ്കിൽ ആ റിപ്രസ്ഡ് ആയി പോകുന്ന ആ ഒരു ജീനെയാണ് നമ്മൾ റിസസീവ് ട്രേറ്റ് അല്ലെങ്കിൽ റിസസീവ് ജീൻ എന്ന് പറയാം. അപ്പോൾ ശരിക്കും നമ്മൾ ഹൈറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ടോൾനെസ് എന്ന് പറയുന്നത് ഡോമിനൻറ്റ് ട്രേറ്റ് ആണ്. ദെൻ ഷോർട്ട്നെസ് അല്ലെങ്കിൽ ഡ്വാർഫ് എന്ന് പറയുന്നത് റിസസീവ് ട്രേറ്റ് ആണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത ടേംസ് എന്ന് പറയുന്നത് ഒന്ന് ഹോമോസൈഗസ്, അടുത്തത് ഹെട്രോസൈഗസ്. എന്താണ് ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ട്രേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ജീൻസ് ഉണ്ടെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമുക്കിപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ട്രേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളത് ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി ആണെങ്കിൽ അല്ലെങ്കിൽ സ്മോൾ ടി ആണെങ്കിൽ, അതായത് രണ്ടും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ജീൻസ് ആണെങ്കിൽ നമ്മൾക്ക് പറയാം ആ ഒരു ഓർഗാനിസത്തിലെ ആ ഒരു ട്രേറ്റ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആണെന്ന്. ദെൻ അടുത്തത് ഹെട്രോസൈഗസ്. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ, അതായത് രണ്ടും ഡിഫറെൻറ്റ് ജീൻ ഫോംസിൻ്റെ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് വരുന്ന അപ്പിയറൻസ് നോക്കണ്ട, അതിനകത്തുള്ള ആ ജീൻസിൻ്റെ ആ ഒരു കോമ്പിനേഷൻ നോക്കുമ്പം രണ്ടും മിക്സ്ഡ് ആണല്ലേ, രണ്ടും രണ്ട് ഫോംസ് കൂടി ചേർന്നതാണ്. ആ ഒരു കണ്ടീഷനെ നമ്മൾ ഹെട്രോസൈഗസ് എന്ന് പറയുന്നത്, അത് ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ വരുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടേമാണ് ജീനോടൈപ്പ്. അപ്പോൾ ശരിക്കും ഡി എൻ എയിലുള്ള ജീൻ ഫോംസിൻ്റെ ശരിക്കും ജീൻസ് എന്ത് തരമാണെന്നുള്ളതാണ് ശരിക്കും നമ്മൾ ജീനോടൈപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഓരോ ഓർഗാനിസത്തിലും എ പെയർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ ജീൻ ഫോംസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രേറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഒന്നുകിൽ അത് ക്യാപിറ്റൽ ടി ആവാം, ഓബ്വിയസ്ലി ആ ഓർഗാനിസം ടോൾ ആയിരിക്കും. അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം, ആ ഓർഗാനിസവും ടോൾ തന്നെയായിരിക്കും. ദെൻ ആ ഒരു ഓർഗാനിസം ഷോർട്ട് അല്ലെങ്കിൽ ഡ്വാർഫ് ആണെങ്കിലോ അത് സ്മോൾ ടി ആയിരിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈറ്റിൻ്റെ ടേംസിലാണെങ്കിൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് സ്മോൾ ടി. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെയാണ് ജീനോടൈപ്പ് എന്ന് പറയാം. അപ്പോൾ ഓബിയസ്ലി അടുത്ത ടേമാണ് ഫീനോടൈപ്പ്. അപ്പോൾ അതായത് ഫിസിക്കൽ അപ്പിയറൻസിനെ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ടി ആണെങ്കിലും ടോളാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും ടോളാണ്. അപ്പോൾ ആ ടോൾനെസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈറ്റ് ടേംസിൽ നമുക്ക് 2 ഫീനോടൈപ്പേ ഉള്ളൂ, ഒന്ന് ഹൈറ്റ് ഉള്ളത്, ഒന്ന് ഹൈറ്റ് ഇല്ലാത്തത്. പക്ഷേ ജീനോടൈപ്പ് നോക്കുകയാണെങ്കിലോ അതിന് 3 വേരിയൻസ് പോസിബിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ ടി സ്മോൾ ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദെൻ അടുത്ത ടേം ഇങ്ങനെയുള്ള ഹെറിഡിറ്ററിയെ കുറിച്ചും വേരിയേഷൻസിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ജെനറ്റിക്സ്. നമുക്ക് തൽക്കാലം ഈ ഒരു സെഷൻ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്തുകയാണ്. അപ്പം ഇത്രയും ടേംസും ഇത്രയും കൺസെപ്റ്റ്സും നിങ്ങൾ ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് അടുത്ത ലെക്ചറിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഹെറിഡിറ്റിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ട് സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ടേക്ക് കെയർ.